ഈ ചെറിയ മാങ്ങ കഴിക്കാത്ത ആൾക്കാരെങ്കിലും ഉണ്ടോ? ഈ നാട്ടുമാങ്ങ കിട്ടും നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കിയോ. ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളൊരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പഴുത്ത ഏത്തപ്പഴം അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏത്തപ്പഴത്തിന് പകരമായിട്ട് ശർക്കര വേണേലും ചേർക്കാവുന്നതാണ്. ഒരു 5-6 പച്ചമുളകും കൂടെ ഉണ്ട്. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടുപ്പത്തിട്ട് വെച്ച് കൊടുക്കാം. മാങ്ങായും ഏത്തപ്പഴവും എല്ലാം കൊണ്ട് വേകട്ടെ. ഒരു തേങ്ങയുടെ പകുതി അത് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് വേണം നമുക്കത് അരച്ചെടുക്കാൻ. ഒരല്പം കറിവേപ്പില. നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഏത്തപ്പഴം പിന്നെ വേറെ ആയിരുന്നു, നല്ല പഴുത്തായിരുന്നു കേട്ടോ. ഇനി ഈ അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ച് ജാറിനകത്ത് ഈ അരപ്പൂടെ നമുക്ക് എടുക്കാം. ഇതുകൊണ്ട് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഒരു 6 ലിറ്റർ തൈര് ഇതേപോലെ ഒന്ന് ഉടച്ചിങ്ങിട്ടെടുക്കണം. ഇനി നമുക്ക് ഈ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തിളക്കല്ല. നമുക്കറിയാമല്ലോ, തിളച്ച് കഴിഞ്ഞാൽ അത് പീരയും വെള്ളം പോലെ ആവും. അതുകൊണ്ട് തിളക്കല്ല, നല്ലപോലെ ചൂടാകണം. ഇനി ഇത് നേരെ താഴോട്ട് വെക്കും. ഇവിടോട്ട് വെക്കും. ഈ അടുപ്പത്തോട്ട് തന്നെ നമുക്കൊരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉലുവ, ഒരു 5-6 കൊച്ചുള്ളി, ഒരു 3-4 വറ്റൽമുളക്, ഒരല്പം കറിവേപ്പില. ഇപ്പോൾ ഈ താളിച്ചത് നമുക്ക് മാമ്പഴ പുളിശ്ശേരി. ഈ മാമ്പഴവും അതേപോലെ പഴുത്ത ഏത്തപ്പഴമൊക്കെ ഇട്ട് പുളിശ്ശേരി ചെയ്തിട്ടുള്ളൂ. പലർക്കും അറിയാം, എന്നാലും അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ പൊളിയായിട്ട് കേട്ടോ തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നതാണ്. ഇപ്പം ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്നുണ്ട്, ഏത്തപ്പഴവും കിട്ടുന്നുണ്ട്.